ആ പാൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കാറ്റൊക്കെ കേറും. അന്ന് വന്ന ടീച്ചേഴ്സ്മാരാ. ആണോ? ഓ അത് ശരി. ഓ ചെരുപ്പ് ഉണ്ടോ? കൊള്ളാലോ, നല്ല മാച്ചിങ് ആണല്ലോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഹെയർ ബാൻഡോ? ഹെയർ ബാൻഡ് ടീച്ചേഴ്സ്മാരാണോ അത്? അതെ, കണ്ടോ വേറെ മുടി? അതും കൊള്ളാലോ. അത് വാങ്ങിച്ചതാ. വാങ്ങിച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കിയ ഒരു സാധനം ഉണ്ട്. അതിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചത്. എല്ലാ സീക്രട്ടും പുറത്തായിട്ടാ. അതെ. അല്ല, ഇന്ന് കുറച്ചൊരു ഒരു നാണം കുടുങ്ങിയ പോലെ. അതെനിക്ക് ഒരു ഉടുപ്പ് നല്ല ഇഷ്ടമായി. അവക്ക് സ്വന്തം സ്വയം ആസ്വദിക്കുകയാണ്. അതെ. ഇത്രയും ദിവസം മധുവങ്ങൾ എവിടെയായിരുന്നു? അടിച്ചു പൊളിക്കുവായിരുന്നല്ലേ? അതെ അതെ അതെ, അടിച്ചു പൊളിക്കായിരുന്നു. പക്ഷെ ഇവിടത്തെ അടിച്ചുപൊളിയില്ല, ഇതാണ് ശരിക്കും അടിച്ചുപൊളി. പിന്നെ എന്തിനാ വേറെ എവിടെയെങ്കിലും പോയി അടിച്ചു പൊളിക്കുന്നേ? ജീവിക്കണ്ടേ? തൽക്കാലം വേണ്ട. ഇവിടെ ഒരു വീട് വെച്ചിട്ട് ഇവിടെ ജീവിക്കല്ലേ? ഇവിടെ വീട് വെച്ചിട്ട് ജീവിച്ചൂടെ? ഇവിടെ വീട് വെച്ച് ജീവിക്കുന്നുണ്ട്. പോണ്ട. ആണല്ലേ? ഞാൻ നോക്കട്ടെ. നമ്മുടെ വീട്ടിന്റെ അടുത്ത് വീട് വെക്കണം. തിരുവനന്തപുരത്തോ? അവിടെ വീട് വെച്ച് നമ്മള് വന്ന് കാണും. ആണല്ലേ? അവിടെ തന്നെ എവിടെയും പോകരുത്. അപ്പൊ നോക്കാം ഇടയ്ക്കിടയ്ക്ക് മതങ്ങള് പുറത്ത് ഞാൻ പോകുന്നത്. നോക്കട്ടെ, തിരുവനന്തപുരത്ത് ധനശ്രീ കുട്ടിയുടെ വീടിന് അടുത്ത് വീട് വെക്കാൻ പറ്റുമോ നോക്കട്ടെ. തൊട്ടടുത്ത്. ആ ഉമ്മറത്ത് എപ്പോഴും ഉണ്ടാവണം അല്ലേ? കണ്ടോണ്ടിരിക്കണം. കണ്ടോണ്ടിരിക്കണം. ഇന്ന് ഏതാണ് പാട്ട്? മലരും കിളിയും ഒരു കുടുംബം, ഒരു കുടുംബം. ആ പാട്ടാണല്ലേ? അതാണ് കേക്കാൻ പോകുന്നത്. അത് കൊള്ളാം കേട്ടോ, ഭയങ്കര രസമാണ്. കേക്കാല്ലേ? പാടുന്ന ആൾക്കാരില്ലേ? കൂടെ പാടുന്നുണ്ടോ ആൾക്കാര്? കോറസ് ഉണ്ടോ? കോറസ് ഉണ്ട്. പറഞ്ഞോളൂ. സിനിമയുടെ പേര്? സിനിമയല്ല, സിനിമ. സിനിമയുടെ പേര്? സിനിമ. എന്നെ എത്ര പ്രാവശ്യം വിറപ്പിക്കും? എന്നാ ഞാൻ മിണ്ടാതിരിക്കുകയാണോ? സിനിമയുടെ പേര് ആട്ടക്കലാശം. വർഷം 1983. ലിറിക്സ് പൂവച്ചക്കാതെ സാർ. പിന്നെ മ്യൂസിക് അമ്മ പറഞ്ഞു കൊടുക്കൂ. രവീന്ദ്രനാഥ ടാഗോർ. എന്താ സാർ മിണ്ടരുത്, ശബ്ദം ഉറപ്പിക്കരുത്. സ്കൂളിന്റെ അടുത്തുള്ള സ്കൂളിന്റെ അടുത്തുള്ള അടുത്തോ? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ. ടാഗോർ തിയേറ്ററാണ് കേട്ടോ. നമ്മുടെ സ്കൂളിന്റെ അടുത്തുള്ള രവീന്ദ്രനാഥ ടാഗോർ. അതാണോ മ്യൂസിക് ഡയറക്ടർ? അല്ല, പിന്നെ ആരാ? മ്യൂസിക് രവീന്ദ്ര മാസ്റ്റർ. പിന്നെ പാടിയത് യേശുദാസ് സാർ. ഇതിന് വേറൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? നാണമാകുന്നു. അത് ഇതിലുള്ള ഫേമസ് പാട്ടാ. അത് മധുവങ്ങൾ ഇപ്പൊ പാടിത്തരും. നാണമാവുന്നു, മേനി നോവുന്നു, എന്റെ കൈകൾ നിന്നെ മൂടുമ്പം, ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം, നാണമാവുന്നു, മേനി നോവുന്നു, നിന്റെ കണ്ണിൽ മുള്ളുകൊള്ളുമ്പം, ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം, നാണമാവുന്നു, മേനി നോവുന്നു, എന്റെ കൈകൾ നിന്നെ മൂടുമ്പം, ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം. ഞാൻ ആര്യോട് ചോദിച്ചു ഇത് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ആർക്കറിയില്ല. പിന്നെ ഞാൻ തന്നെ ഇതാ പറയാ, മറ്റേ സിനിമയിൽ കണ്ടിട്ടില്ലേ, ഞാൻ സമൂഹ ഗാനം വരെ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അതുപോലെ അതെന്താ? അയ്യോ, ഇത് വിട്ടില്ലായിരുന്നോ? നമുക്ക് ധനുക്കുട്ടിയുടെ പാട്ട് കേൾക്കാവേ. ശബ്ദം കേട്ടപ്പോ ആണല്ലേ? ശബ്ദം കേട്ടോ. എന്നാ ധനുക്കുട്ടി പാടിക്കോ ഇനി ഗേളിന്റെ ശബ്ദത്തില്. ഓൾ ദി ബെസ്റ്റ്. la 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 la
അത് അങ്കിള് എന്തിനാ ചിരിക്കുന്നേ? ധനശ്രീ കുട്ടി ചിരിച്ചിട്ട് ഞാൻ ചിരിച്ചോണ്ട് മധുങ്കൾ എന്തിനാ ചിരിച്ചേ? എനിക്കും ചിരി വന്നു. എനിക്കും ചിരി വന്നു. സന്തോഷം കണ്ടാ എന്തേ എന്തിനാ ചിരിച്ചേ? എങ്ങനെ ധനശ്രീ കുട്ടി ചിരിക്കണ കണ്ടിട്ട് അത് ഇഷ്ടം സന്തോഷമുണ്ട്. ബാക്കിയുള്ളവരൊന്നും ചിരിച്ചില്ല. അത് ഞങ്ങള് ചിരിച്ചല്ലോ. ചിരിച്ചല്ലോ. ചിരിച്ചു. അങ്ങനെ ചിരിച്ചല്ലോ. ധനശ്രീ കുട്ടി എങ്ങനെ ചിരിച്ചേ? അല്ല അതെന്തിനാ ചിരിച്ചേ? അതെന്തിനാ ചിരിച്ചേ? മധു ധനുക്കുട്ടി പാടിയ ഇങ്ങനല്ലേ? ലലലാ, ലലലാ, ലലലാലാലാ. അതിനെ പറയാ ലലലാ, ലലലാ. അതായത് നമ്മള് ലല്ലലാ, ലല്ലലാ എന്നാ പാടുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ എന്നിട്ട് നമുക്ക് ഇഷ്ടമാകുന്നില്ല. ദേഷ്യം വന്നതാ. അതെ. അയ്യോ പിണങ്ങിയോ? കട്ടീസ അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പൊ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തെ? അല്ല എല്ലാം അത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. രസമായിരുന്നു കേൾക്കാൻ. ദേഷ്യപ്പെടല്ലേ? അയ്യോ എനിക്ക് പേടിയാവുന്നു. എനിക്കും അത് ഇഷ്ടപ്പെട്ടു കേട്ടാ. അയ്യോ അത് beautiful ആയിരുന്നു. പിന്നെ അമ്മയ്ക്കില്ലേ, അമ്മയ്ക്കും അച്ഛൻ അതെ. ഇങ്ങനെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഓരോ അടി കൊടുക്കണോ? അമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛനും കണികളെ വേവുന്ന എൻ കണ്ണിൻ മണികളെ നിങ്ങൾക്കായി സ്വർണ്ണപ്പൂങ്കുടയുമായി നിൽക്കുന്നു ആരാമം നിറവുമായി. ഓ ആരാ? അഴവുകൾ നിങ്ങൾ, ഉണർവുകൾ നിങ്ങൾ, അഴവുകൾ നിങ്ങൾ, ഉണർവുകൾ നിങ്ങൾ. അമ്മയ്ക്കും അച്ഛനും കണികളെ വേവുന്ന എൻ കണ്ണിൻ മണികളെ നിങ്ങൾക്കായി സ്വർണ്ണപ്പൂങ്കുടയുമായി നിൽക്കുന്നു ആരാമം നിറവുമായി. അമ്മയ്ക്ക് എത്രക്ക് ഇടിയാണോ അതോ അടിയോ? എനിക്ക് കൈ വരുന്നതാ പാട്ട് പാടുമ്പോ. അങ്ങനെ വരുന്നതാ. ഞാൻ വിചാരിച്ച അമ്മയ്ക്കും അച്ഛനും ഒന്നാന്ന് വിചാരിച്ചേ. കമ്പ് കുത്തിയ പോലെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അങ്ങനെ കുത്തിയിട്ടുണ്ട്. ടെലികാസ്റ്റ് നോക്കിയാ മതി. പാലാഴി പൈതങ്ങൾ എങ്ങനെ പാടി? പാലാഴി പൈതങ്ങൾ പാൽക്കഞ്ഞി തൂവുന്ന പഞ്ചാര പഞ്ചാര ഭയങ്കര പഞ്ചാര. നല്ല രസമുണ്ടായിരുന്നു. അതെ അല്ലേ ക്യാപ്റ്റൻ? ഭയങ്കര ഫീലായിരുന്നു. പാലാഴി പൈതങ്ങൾ പാൽക്കഞ്ഞി തൂവുന്ന പഞ്ചാര പൂരിയിൽ മിന്നി മിന്നും. എനിക്കൊന്ന് ഇതിപ്പോ പഞ്ചാര അതെ എന്തിനാ ഫീലായിരുന്നു അവിടെ. ഭയങ്കര ഫീലായിരുന്നു. ശരിക്കും പഞ്ചാര പോലെ തോന്നി. പഞ്ചാര പൂരിയിൽ മിന്നി. പുതിയ അപ്ഡേറ്റഡ് ധനശ്രീ കുട്ടിക്ക് ഇപ്പൊ ഭയങ്കര ഫീലുമാണ്. പാട്ടൊക്കെ നല്ല ഫീലായിട്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരും പാട്ട്. ഇനി എത്ര ഏത് പാട്ട് കിട്ടിയാലും ഞാൻ ഇങ്ങനെ തന്നെ പാടും. കുഴപ്പമില്ലാതെ ഇതൊക്കെയാണല്ലേ. ഓ ഏത് പാട്ട് കിട്ടിയാലും ഇങ്ങനെ പാടുമല്ലേ? അത്ര ഗുഡ് ഗേളായി ഇപ്പൊ. മീനുകുട്ടി വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ. അല്ല നല്ലോണം പാടുന്നുണ്ട് എം ജെ സർ. മറ്റേ ഭാഗമൊക്കെ പാടില്ലേ, കതിരുകൾ നിങ്ങൾ, ആ അവിടെ കൊള്ളായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നില്ലേ? അത് സൂപ്പർ ആയിരുന്നു. അത് കതിരുകൾ നിങ്ങൾ, കനവുകൾ നിങ്ങൾ, കതിരുകൾ നിങ്ങൾ, കനവുകൾ നിങ്ങൾ. ഒറ്റയ്ക്കും ഒന്നിച്ചും തിരകളെ തോൽപ്പിക്കാൻ പോരും പൊന്നലുകളെ നിങ്ങൾക്ക് അന്തിപ്പൂതിരിയുമായി വന്നെത്തും ആകാശം കുടയുമായി. ആ ഭാഗമൊക്കെ നന്നായിരുന്നു അല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ധനശ്രീ കുട്ടി. ഞങ്ങള് പറഞ്ഞില്ലല്ലോ ഫസ്റ്റ് ഇഷ്ടമില്ലാന്ന്. ഇഷ്ടമില്ലാന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ ഫസ്റ്റ്. അല്ല എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ പറയണ്ടേ മധു? അല്ലേ ഞാൻ ശരിയല്ലേ? ശരിയാ, തോന്നുന്ന കാര്യങ്ങൾ എന്തായാലും തോന്നുന്നത് പറയണം. പറയണം. അതെ അതെ അതെ, അതാണ് സത്യസന്ധത ഉള്ള ആൾക്കാര്. പഞ്ച് ഇടയില് എങ്കിൽ ഞാൻ ഇപ്പൊ എനിക്ക് തോന്നണത് പറയട്ടെ. എന്റെ ആംഗിൾ എന്താ ഇപ്പഴിങ്ങനെ നീക്കി കണ്ടി. അതൊരു ഈച്ച ഉണ്ട് അവിടെ. അവിടെ വിചാരിച്ചിട്ടെന്താ നീ പാട്ടിന് കിടക്ക് ഇങ്ങനെ ഇങ്ങനെ. അതൊരു ഈച്ച ഉണ്ട്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. എനിക്ക് ഞാൻ വിചാരിച്ചു ഒരാളെ സൈഡിൽ കൂടെ ഇങ്ങനെ വിളിക്കായിരുന്നു. അതെ എം ജെ ആംഗിള് ഭയങ്കര സ്വീറ്റ് ആയതുകൊണ്ട്, പഞ്ചാര ആയതുകൊണ്ട് ആ, ഇങ്ങനെ ഈച്ച ഇങ്ങനെ ചുറ്റുണ്ടാവും. ഈച്ച വരും. എനിക്ക് തോന്നുന്നു ഇതൊരു മിഠായി മഴയിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മത്സേട്ടന് ഇഷ്ടമായില്ലേ പാട്ട്? എനിക്കിഷ്ടായി, വളരെ സൂപ്പർ ഇഷ്ടായി. ആയിരുന്നില്ലേ? നമുക്കൊരു മഴ പെയ്യിച്ചാലോ മത്സേട്ടാ? യെസ്, മധുരമഴ പെയ്യിക്കട്ടെ? പെയ്യിക്കട്ടെ? റെഡി. അപ്പം വരട്ടെ നമ്മുടെ ധനശ്രീ കുട്ടിക്ക് ഒരു മധുര മഴ. ധനശ്രീ കുട്ടി, ഗുഡ് നൈറ്റ്. Good night.